Hey guys, welcome back to our channel. Hope you are doing good. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റാൻഡം വീക്ക് ഇൻ മൈ ലൈഫ് ഇല്ലെങ്കിൽ റാൻഡം വ്ളോഗ് ഇല്ലെങ്കിൽ കുറച്ച് അൺപ്രൊഡക്റ്റീവ് ഡേയ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അൺപ്രൊഡക്റ്റീവ് ഡേയ്സും ഉണ്ടാവുമല്ലോ, എപ്പോഴും ഒരാൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളൊക്കെ മിക്സ് മാച്ചൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മൺഡേ നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ അതാണ് എന്നെ ഈ ഒരു വ്ളോഗ് എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൺഡേ വ്ളോഗ് ഇല്ലെങ്കിൽ ഒരു റാൻഡം വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു വ്ളോഗ് എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല, കാരണം സൗണ്ടും ഒക്കെ പോയി, തൊണ്ടവേദനയാണ്, പിന്നെ തലവേദനയൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്ന് പഠിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പണിയാവും. കാരണം ഇംഗ്ലീഷിൻ്റെ പോമിൻ്റെ അപ്രിസിയേഷൻ പഠിച്ചിട്ട് വരാൻ പറ്റുന്നുണ്ട് ബൈ ഹാർട്ട്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇമ്പോസിഷൻ്റെ പൂരമായിരിക്കും. സോ ഐ ഹാവ് ടു സ്റ്റഡി ഇറ്റ്. പിന്നെ ബിസിനസ് സ്റ്റഡീസ് എഴുതിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ ബാക്ക്ലോഗ്സ് ഒന്നും ക്ലിയർ ചെയ്യാൻ സമയമില്ല. എന്നാൽ അതൊക്കെ ഒരു പ്ലാൻ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല അങ്ങോട്ട്. എന്നാലിപ്പോൾ തൽക്കാലം നാളത്തെ കാര്യം നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു എന്തായാലും പഠിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ മോട്ടിവേഷൻ ഇല്ലാത്തവർക്ക് കൂടെ കുറച്ചൊന്നും മോട്ടിവേഷൻ കൊടുക്കാമെന്ന്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 10:30 ആകുമ്പോഴേക്കും എന്തായാലും കിടക്കണം, ഇല്ലെങ്കിൽ നാളെ എണീക്കലുണ്ടാവില്ല, ലേറ്റായിട്ട് എണീക്കലുണ്ടാവും. സോ ഞാൻ വിചാരിക്കുന്നത് 10:30 ആകുമ്പോഴേക്കും ഇംഗ്ലീഷ് പഠിക്കണം, ബിസിനസ് സ്റ്റഡീസ് പഠിക്കണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് കുറച്ച് നോട്ട്സ് എഴുതണം, ഹിന്ദിയുടെ കംപ്ലീറ്റ് ചെയ്യാണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ടു ഡു ലിസ്റ്റ് പോലെ എഴുതിയിട്ട് നമുക്കിതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. പറയാൻ വിട്ടുപോയി, ഇപ്പോൾ ടൈം ഒരു 7:50 ഇല്ലെങ്കിൽ 8 o'clock ഒക്കെ ആവാനായി. ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടൈം ടിൽ 10:30 ആണ്. സോ നമുക്ക് ആദ്യം ഇതൊക്കെ തീർക്കണം. അപ്പോൾ ഇത് 5 ടാസ്കേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, ഈ 5ഉം കുറച്ച് കടുകട്ടി ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ 2 പേജസാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഞാൻ ആദ്യം ഒന്ന് ഫോം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നെ നമുക്ക് അപ്രിസിയേഷൻ പഠിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ടാസ്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ടൈം നോക്കിയാൽ എത്ര മണിയായി? 8 മണി കൃത്യമായിട്ടുണ്ട്. ഞാനൊരു 8:30 8:45 ആകുമ്പോഴേക്കും ഒന്ന് ഇത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറ്റുമോ നോക്കാം. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു, പക്ഷേങ്കിലൊന്നും പഠിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ യൂട്യൂബിൽ നമ്മുടെ 15 days ചാലഞ്ച് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. എന്നിട്ട് പിന്നെ എനിക്ക് ഒരു 15 days ചാലഞ്ച് ലോഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അതിൻ്റെ തമ്മിലൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് അന്നത്തെ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു നെക്സ്റ്റ് ഡേ ഞാൻ പോകുന്നില്ല. അങ്ങനെ ട്യൂസ്ഡേ ഞാൻ സിക്ക് ലീവും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല തലവേദന തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ രാത്രി ഒരു പകുതി ഗുളിക കുടിച്ചു. എന്നിട്ട് പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഹിന്ദിയുടെ നോട്ടും ഒക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചു. പിന്നെ തൊണ്ടവേദന മാറാത്തോണ്ട് ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ കൂടെ ലീവ് എടുത്തിട്ട് കുറച്ച് ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്യാമെന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ ഇതുപോലെ ഞാൻ ടു ഡു ലിസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് വെനസ്ഡേ. അപ്പോൾ ഇന്ന് ഒരു 11:40 ആയപ്പോഴാണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സെറ്റായിട്ട് എണീച്ചിരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായി, അതായത് ട്യൂസ്ഡേയും വെനസ്ഡേയും ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു, സിക്ക് ലീവ് എടുത്തിട്ട്. അപ്പോൾ ഇന്നലെ തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. തിങ്കളാഴ്ച പോയിട്ട് രാത്രി വന്നിട്ട് ഞാൻ കുറച്ച് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നല്ലപോലെ കഴിയാതായപ്പോൾ ഞാൻ വിചാരിച്ചു ലീവ് എടുക്കുക. കാരണം നമ്മൾ മെൻ്റൽ ബേൺ ഔട്ട് കുറച്ചിട്ടില്ലെങ്കിൽ പിന്നെ ബോഡി അതിന് റിയാക്ട് ചെയ്യും. സോ ഞാൻ വിചാരിച്ചു സംടൈംസ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മെയിനായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല, ഫുള്ള് റെസ്റ്റ് എടുക്കലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ലീവ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ തൊണ്ടവേദനയുണ്ട്, ത്രോട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം ശരിയായിട്ട് നാളെ തൊട്ട് പോവാം സ്കൂളിൽ നിന്ന്. സോ അതുകൊണ്ടാണ് ഇന്ന് ലീവ് എടുത്തത്. അപ്പോൾ പിന്നെ വേറെ കുറച്ച് ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം എന്നും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ലീവ് എടുക്കാം, അതുകൂടെ കുറച്ചൊന്ന് തീർക്കണം. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൻ്റെ സൈലത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി, പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കണ്ട് തീർക്കാം. അപ്പോൾ ഇത്ര നേരം ഞാൻ കിടന്ന് കളിക്കലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പഠിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം പഠിക്കുക, അങ്ങനെ പോവാമെന്ന്. അപ്പം ഞാൻ ആ ക്ലാസ് കണ്ടു തീർക്കട്ടെ. അപ്പോൾ ആ ഒരു പറച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ക്ലാസ് ഞാനൊരു 15 മിനിറ്റ് കണ്ടിട്ട് പിന്നെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം റെസ്റ്റ് എടുക്കാതെ വേറെ വഴിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ രാത്രിയാണ് ബാക്കി വീഡിയോ എടുത്തിട്ടുണ്ടായത്. അപ്പം ഞാൻ നോട്ട്സ് കുറച്ച് കംപ്ലീറ്റ് ആക്കി. പിന്നെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ എവിടെ നിന്നാണോ വിശപ്പ് വരുന്നതെന്ന് അറിയില്ല, അങ്ങനെ പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. എന്നിട്ട് ആ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു. അതൊക്കെയാണ് അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടായത്. ഇനി നമുക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേയുടെ വിശേഷങ്ങൾ കാണാം. തേഴ്സ്ഡേ ഇങ്ങനെ ലീവ് എടുത്ത് വീട്ടിലിരുന്നുകൊണ്ട് മാത്രമായില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ഞാൻ അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന മമ്മി ഇന്ന് വിളിച്ച് ചോദിക്കാണ്ട് പോയതുകൊണ്ട് ഡോക്ടർ ഉണ്ടായിട്ടില്ല. അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്മ നല്ല വെജ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൊരിഞ്ഞ വിശപ്പിന് നല്ല തൈരൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു. പനിയാണ് തണുപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് കഴിച്ചു. എന്നിട്ട് പിന്നെ രാത്രി കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ചധികം നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. ബിസിനസ്സിൻ്റെ നോട്ട്സ്, ബിസിനസ്സിൻ്റെ അസൈൻമെൻറ്റ് നോട്ട്, അക്കൗണ്ടൻസി നോട്ട്, പിന്നെ എക്കണോമിക്സിൻ്റെ നോട്ട്, ഇതൊക്കെ എഴുതി തീർക്കുമ്പോഴത്തേക്കും ഒരു 11 മണി കടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മരുന്നും കൂടെ കുടിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത ദിവസം അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം ഒരു പുതിയ മാസമല്ലേ. അങ്ങനെ 6 മണിക്ക് എണീച്ചു. എന്നിട്ട് പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്തു, ഒരു 5 മിനിറ്റ് അത്ര തന്നെ.
പിന്നെ കുറച്ച് നേരം ജേർണലിങ് ചെയ്തു. എന്നിട്ട് പിന്നെ മെഡിറ്റേഷനും കൂടെ ചെയ്തു. തുടക്കമാണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ നന്നാവണമല്ലോ. എന്നിട്ട് പിന്നെ നമ്മുടെ ബിസിനസ് ന്യൂസും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളത് കൊണ്ട് അതും എഴുതി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോയി. പിന്നെ ഇന്ന് NSS ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നോട് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.